ഹലോ, നമ്മൾക്കിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന താമരമാല ഉണ്ടാക്കിയാലോ? ഒറ്റ പെൻഡൻ്റ് അല്ല, 3 പെൻഡൻ്റായിട്ട് വരുന്ന താമരമാല എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് പെൻഡൻസ് നമ്മൾ കളക്ട് ചെയ്യുക. ഓൺലൈനായിട്ടൊക്കെ ഇതൊക്കെ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതാണ് ഗോൾഡൻ ബീഡ്സ്, പിന്നെ കൊളുത്തും അതുപോലെ കട്ട്രിങ് പോലെയുള്ളത്. കട്ട്രിങ്ങിൻ്റെ കുറച്ചുകൂടി കൂടിയതാണത്. അതുപോലെ തന്നെ ഗിയർ ലോക്ക്, പിന്നെ നമുക്ക് ആവശ്യമായ ടൂൾസ്, പിന്നെ നമ്മുടെ ഗിയർ വയർ. ഇത്ര പോലെ സാധനമാണ് നമുക്ക് ഈ ഒരു മാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ ഫസ്റ്റ് സെറ്റാക്കുക. ആദ്യം ഗിയർ വയർ നമ്മൾ അളവിനായിട്ട് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ടർ ഉപയോഗിച്ചിട്ടോ കത്രിക ഉപയോഗിച്ചിട്ടോ എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഓരോരോ പെൻഡൻ്റായിട്ട് കോർക്കുകയാണ്. ഞാനിതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു 2 സൈഡിലായിട്ട് ഓരോരോ പെൻഡൻറ്റിനും 2 സൈഡിലായിട്ട് ഓരോരോ ഗോൾഡൻ ബീഡ്സാണ് ചേർക്കുന്നത്. ഒരു സ്ട്രിങ്ങിന് 40 തൊട്ട് 60 രൂപ വരെയാണ് അതിന് വരിക. ഞാൻ ഈ ഒരു മാലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 3 പെൻഡൻ്റാണ് ഉപയോഗിക്കുന്നത്. 3 പെൻഡൻറ്റും വ്യത്യസ്തമായ പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഒരു പെൻഡൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മാല കോർക്കുന്ന പോലെ ഗിയർ വയറിലേക്ക് കോർക്കുക. അതിന് 2 സൈഡിലേക്കൂടെയും ചേർത്ത് ഗോൾഡൻ ബീഡ്സ് ഇടുക. ഇനി 2 സൈഡിലെയും കൂടെ ഗിയർ ലോക്ക് കൂടി ഇതിലേക്ക് ചേർക്കുക. അങ്ങനെയാകുമ്പം നമുക്ക് ഈ ഒരു പെൻഡൻറ്റ് എക്സാക്റ്റ് സെൻറ്ററിൽ നമുക്കിതിന് നിർത്താൻ വേണ്ടി പറ്റും. പിന്നീട് നമ്മൾക്ക് 2 പെൻഡൻറ്റും ഒരേ അളവിൽ മുകളിലേക്ക് നമ്മളവിടെ എക്സാക്റ്റ് ആ ഒരു പൊസിഷനിൽ നിർത്തേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതൊന്ന് ഗിയർ ലോക്ക് വെച്ചൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യാം. അതിനായി നമ്മുടെ ഈ ഒരു ഗിയർ വയറിൻ്റെ സെൻറ്ററിലേക്ക് ഈ പെൻഡൻറ്റ് വെക്കുക. എന്നിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ്സൊക്കെ ഒന്ന് കറക്റ്റ് ലെവലിലാക്കിയ ശേഷം ഫസ്റ്റ് ഒരു സൈഡിലെ ഗിയർ ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ടത് ആ ഒരു ഗിയർ വയർ നേരെ താഴേക്ക് പിടിച്ചാൽ നമ്മുടെ ബീഡ്സും പെൻഡൻറ്റും ഒക്കെ ഒരുമിച്ച് നിൽക്കും. എന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡ് കൂടിയിട്ടുള്ള ആ ഒരു ഗിയർ ലോക്ക് കൂടി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ നമ്മുടെ ഒരു പെൻഡൻറ്റ് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് 2 പെൻഡൻറ്റ്സ് എവിടെ വേണം നമ്മളൊന്ന് തീരുമാനിക്കണം. എത്ര ലെങ്ത്തിൽ, അതായത് ഓരോ പെൻഡൻറ്റ്സ് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം നമുക്ക് തീരുമാനിക്കണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഗിയർ ലോക്ക് 2 സൈഡിലേക്കും ഗിയർ ലോക്ക് ഇടണം. ഞാനൊരു സൈഡിൽ എങ്ങനെയാണ് എന്തൊക്കെ സാധനം വേണം ഫസ്റ്റ് പറയാം. ആദ്യം ഗിയർ ലോക്ക് ഇട്ടു, പിന്നീട് ഗോൾഡൻ ബീഡ്സ് ഇട്ടു, പിന്നെ നമ്മുടെ പെൻഡൻറ്റ് ഇടുന്നു, വീണ്ടും ഗോൾഡൻ ബീഡ്സ് ഇടുന്നു, പിന്നെ വീണ്ടും ഗിയർ ലോക്ക് ഇടുന്നു. നേരത്തെ കണ്ട സെയിം പ്രോസസ്സ് തന്നെയാണ്. ഒരു പെൻഡൻറ്റിൻ്റെ 2 സൈഡിലും ഓരോരോ ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ ഓരോരോ ഗിയർ ലോക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാല കോർക്കുന്നത് അഥവാ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കോർത്ത് ഒന്നും കൂടി കോർക്കണം. നമ്മുടെ ലോട്ടസ് പെൻഡൻറ്റ് 3 കൂടി കോർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ഓൺലൈനിലൊക്കെ കിട്ടും ഇങ്ങനെയുള്ള ലോട്ടസ് പെൻഡൻറ്റ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പല കളറിലൊക്കെ കിട്ടും. ആവശ്യമാണ് നിങ്ങൾ വാങ്ങിക്കാം. അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. ഇതുപോലെ ക്രാഫ്റ്റും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോറുകളിൽ ഇപ്പോൾ കിട്ടും. വളരെ ട്രെൻഡിങ് ആണല്ലോ, അതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം നമ്മൾ ആ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ പാൻറ്റിൻ്റെ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. നല്ല ഭംഗിയാണ് ഈ ഒരു മാല കാണാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അളവോ അല്ലെങ്കിൽ സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ വെച്ചിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരില്ല. ഒരു കാണാൻ ഭംഗിക്കുറവും തോന്നില്ല. കറക്റ്റ് ഡിസ്റ്റൻസ് തന്നെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് മാലകൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഏകദേശം ഒരു ധാരണ വരും, എത്ര ഡിസ്റ്റൻസ് വെക്കണം എന്നൊക്കെ ഒരു ധാരണ വരും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗിയർ ലോക്ക് കൂടി പ്രസ് ചെയ്തിട്ട് ഏകദേശം ഇതിൻ്റെ സ്ഥാനം നമ്മളവിടെ ഉറപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതേ പൊസിഷനിൽ തന്നെ വേണം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പെൻഡൻറ്റും കൂടി അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് സൈഡിൽ ചെയിനും കൂടി ചേർത്ത് ഇങ്ങനെ സെൻറ്ററിൽ നമ്മുടെ നേരത്തെ വെച്ച ഫസ്റ്റിൽ വെച്ച ലോട്ടസ് വെക്കുക. 2 ചെയിനും മുകളിലേക്ക് വെച്ച ശേഷം നേരത്തെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച ഗിയർ ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം പൊസിഷൻ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു ഗിയർ ലോക്കിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏകദേശം ഒരേ ലെങ്ത്താണെന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് പ്രസ് ചെയ്ത് അവിടെ ഉറപ്പിക്കാവുന്നതാണ്. എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി എന്തായാലും കുറച്ച് സമയമെടുക്കും.
നമ്മുടെ മാനുവലായി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി വരും. എങ്കിലും ക്ഷമയോടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സാക്റ്റ് പൊസിഷൻ നമുക്ക് എന്തായാലും കിട്ടും. അവിടെ കൂടി നമ്മൾ ആദ്യം ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആ ലോക്ക് ചെയ്ത ശേഷം ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ബീഡ്സൊക്കെ ഈ ലോക്കിനടുത്തേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ബീഡ്സ് വെച്ച ശേഷം വീണ്ടും ഗോൾഡൻ ബീഡ്സും പിന്നെ ഗിയർ ലോക്ക് കൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഗിയർ ലോക്ക് കൂടി 2 സൈഡിലും ഗിയർ ലോക്ക് കൂടി നമുക്കവിടെ പ്രസ് ചെയ്ത് അവിടെ ഉറപ്പിക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു മാല താഴിലേക്ക് പിടിച്ചിട്ട് മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ പെൻഡൻ്റ് അവിടെ നന്നായിട്ട് ഇരുന്നോളും. അങ്ങോട്ടേക്കൊന്നും പോവുകയൊന്നും ചെയ്യില്ല. ഇനി നമ്മളെ ബാക്കിയുള്ള പ്രധാന പണി എന്ന് പറഞ്ഞാൽ കൊളുത്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുറേ വീഡിയോസ് ഞാൻ ഈ കൊളുത്ത് എങ്ങനെ ഇടുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, എങ്കിലും ഇതിൽ കൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇടുക, പിന്നീട് നമ്മുടെ കൊളുത്ത് ഇതിലേക്ക് ഇടുക. അതിന് ശേഷം ഈ ഒരു ഗിയർ ലോക്കിനുള്ളിലേക്ക് തന്നെ ഈ കൊളുത്തിന് ചുറ്റിയിട്ട് ഈ ഗിയർ ലോക്കിനുള്ളിലേക്ക് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗിയർ ലോക്കൊക്കെ കറക്റ്റായിട്ട് അവിടെ അഡ്ജസ്റ്റ് ആയിരുന്നോളും. ഇതേ പ്രോസസ്സ് മറ്റേ ഭാഗത്തുകൂടി ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മാലയാണ്, വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാലയാണ്. ഓണത്തിനായിക്കോട്ടെ നമ്മുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇട്ടിട്ടൊക്കെ പോവുക. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.